ബിഗ് ബോസിൽ നമ്മുടെ ബിൻസി ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ. ഒരുപക്ഷെ ബിൻസി ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലാത്തൊരു ഓളമാണ് ബിൻസി പുറത്തിറങ്ങിയപ്പോൾ ഹൗസിൽ നടക്കുന്നത്. കാരണം ബിൻസിയുടെ പേര് വെച്ചിട്ടാണ് 2 ദിവസം കൊണ്ട് ബിഗ് ബോസ് ഓടുന്നത്. അപ്പാനി ശരത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ ഹൗസിനകത്ത് തന്നെ ബിൻസിയുടെ പേര് വെച്ചിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതെ 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 ബിൻസിയുടെ ഒരു സംഭവം സത്യത്തിൽ ആദ്യം ഇങ്ങനെ ഒരു എവിക്ഷൻ വരുന്നത് ബിൻസിക്കാണെന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി അയ്യോ ഇദ്ദേഹത്തെക്കാൾ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കാത്ത സേഫ് ഗെയിം കളിക്കുന്ന വെറുതെ ഇരിക്കുന്ന കുറെ എണ്ണം ഇവിടെ ഉണ്ടല്ലോ, എന്താണ് സംഭവിച്ചെന്നുള്ളതാണ്. പക്ഷെ പല കാര്യങ്ങളും കേട്ടതിന് ശേഷം എനിക്ക് തോന്നി അതായിരുന്നു നല്ലൊരു ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന്. കാരണം കഴിഞ്ഞ തവണ ഇതുപോലെയുള്ള പെൺകുട്ടികളെയും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ്സ് നാട്ടുകാരിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം ബിഗ് ബോസിനുണ്ട്. ബിഗ് ബോസ് എങ്ങനെയും പൈസ സമ്പാദിക്കുക അല്ലെങ്കിൽ എങ്ങനെയും റീച്ച് കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇത്തവണ വളരെ സെൻസർ ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ ബിഗ് ബോസ് പുറത്ത് വിടുന്നുള്ളൂ. അത് വിടാത്ത പലതും അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കോൺവെർസേഷൻസ് ആണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ബിഗ് ബോസിനോടൊരു നന്ദിയുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ ബിൻസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർ നല്ലൊരു ഗെയിമർ ആകേണ്ട ഒരു പെൺകുട്ടിയാണ്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും നല്ല ഇടപെട്ട് ആക്റ്റീവാണ്. പക്ഷെ അവർ അപ്രതീക്ഷിതമായി അതിൽ നിന്ന് പുറത്തു പോകാൻ കാരണം ഒരു പക്ഷേ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫാമിലിയെ സേവ് ചെയ്ത ഒരു ഫീലിങ്സ് ആണ് പലരും പങ്കുവെക്കുന്നത്. അല്ലെ, ഏതോ ഒരു ലവ് ട്രാക്ക് അവിടെ വീണു എന്നാണ് പറയുന്നത്. ഒരു ലവ് ട്രാക്കിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തി ഇറങ്ങിയപ്പോഴും സഹോദരനാണ് അവർ. അത് അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും എപ്പോഴും പറയുന്നത്, അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് കണ്ടസ്റ്റൻസ് പലരും പറയുന്നത്. ഇന്നലെ തന്നെ ആ ഹൗസിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഒരു അടി എന്ന രീതിയിൽ തന്നെ മാറിയത് തന്നെ അനുമോൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അനുമോൾ ഈ കാര്യത്തെക്കുറിച്ച് പരസ്യമായി പറയുകയുണ്ടായി. എന്നാൽ മറ്റ് പല കണ്ടസ്റ്റൻസും ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷേ അനുമോൾ ഇത് പറഞ്ഞ സമയത്ത് അപ്പാനിക്ക്, അതായത് ശരത്തിന് പ്രതികരിക്കാൻ പറ്റുന്നില്ല. പകരം അവിടെ അക്ബർ, ശരത്തിന്റെ ഉറ്റതോഴൻ അക്ബർ ആണ് അവിടെ പ്രതികരിക്കുന്നത്. അതിനുശേഷം ചർച്ച വളരെ വിപുലമായ ഒരു അടിയിലേക്ക് പോകാണ് ഉണ്ടായത്. ഷാനവാസ് എന്താ ഭയങ്കര വലിയൊരു കൗണ്ടർ ഇട്ടിട്ടുണ്ട്. ഷാനവാസ് പറയുന്നു, ഞാൻ ആ സമയത്ത്, അതായത് അനു കിച്ചണിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ശരത്താണ് കിച്ചൺ ടീം ക്യാപ്റ്റനായിട്ടിരിക്കുന്നത്. ശരത്തും അനുവും ഒക്കെ സംസാരിച്ചതാണ്, നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് മറ്റാരും കിച്ചണിൽ വരാൻ പാടില്ല, അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ശരത്ത് അങ്ങനെ പറഞ്ഞതിന് ശേഷം ജിസേല് കിച്ചണിൽ കുക്ക് ചെയ്യാൻ കയറി. അനുമോളും കിച്ചൺ ടീമിലുള്ളതാണ്. അറിയാലോ, അനുമോളും ജിസേലും തമ്മിൽ വന്നടിയാണ്. അപ്പം ഈ ജിസേല് കയറിയത് അനുവിന് ഇഷ്ടപ്പെട്ടില്ല. അനു പോയി കിച്ചൺ ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ട് വരുന്നു, അവിടെ വെച്ച് സംസാരിക്കുന്നു, അവരുണ്ടാക്കിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനു പൊട്ട ക്യാപ്റ്റൻ എന്ന് അപ്പാനിയെ വിളിക്കുന്നു. അപ്പാനി ഇതിന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അനുവും അപ്പാനിയും തമ്മിൽ സംസാരം ഉണ്ടായപ്പോഴാണ് അനു പറയുന്നത്, നീ കാരണമല്ലേടാ ഒരു പെണ്ണ് പുറത്തു പോയതെന്ന് പറയുന്നതോടുകൂടി അപ്പാനി സ്റ്റക്കായി പോവാണ്. എന്താണ് ഇങ്ങനെ അനു ഇങ്ങനെ പരസ്യമായി പറയുമെന്ന് അപ്പാനി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെയാണ് നമ്മളുടെ അക്ബർ കയറി ഇടപെടുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഷാനവാസ് നിൽക്കുകയാണ്. ഷാനവാസ് സാധാരണ എല്ലാത്തിലും ഇടപെടുന്ന നല്ലൊരു ഗെയിമറാണ്. ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റനാണ്, നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു ലീഡറാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ബിഗ് ബോസ് ഒരു പക്ഷേ അതിലുള്ള ക്വാളിറ്റി ഉള്ള ഗെയിമർ എന്ന് പറഞ്ഞാൽ അത് ഷാനവാസ് ആയിരിക്കും. അത് ഷാനവാസ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമറാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ ഷാനവാസ് ശരിക്കും അവിടെ ഒന്നും സംസാരിക്കുന്നില്ല. അനുവും അക്ബറും തമ്മിൽ വലിയ രീതിയിൽ സംസാരം ഉണ്ടാകുന്നു. അനു അല്പം പോലും വിട്ടു. സാധാരണ ഇതിൽ ഭയങ്കരമായി കരഞ്ഞു മെഴുകാണ് അനു ചെയ്യുന്നത്. കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതിന് ശേഷമാണ്. പക്ഷെ അവിടെ നിന്ന് തന്നെ അനു സംസാരിക്കുന്നുണ്ട്. അനു സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത്. ആ സമയവും ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല. ഇതിനുശേഷം രാത്രി ആകുമ്പോഴേക്കും ഏകദേശം ഒരു 11:30 ശേഷമാണ് ശരത്ത് ഷാനവാസിന് പിറകെ നടക്കുകയാണ്, കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഷാനവാസ് പിടികൊടുക്കുന്നതുമില്ല, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, കാരണം പുറത്തുള്ളത് എൻ്റെ ഒരു പെങ്ങളൂട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഒന്നും പറയുന്നില്ല, ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് പറയാൻ പാടില്ലാഞ്ഞിട്ടല്ലായിരുന്നു, അത് സംസാരിച്ചപ്പോൾ എനിക്ക് അതിൽ പിടിച്ച് സംസാരിക്കാമായിരുന്നു. അതവിടെ എനിക്ക് തോന്നുന്നു അത് ഷാനവാസിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് അപ്പാനിക്ക് വെളിയിൽ ഒരു കുടുംബം ഉണ്ടെന്നും അല്ലെങ്കിൽ ബിൻസിക്ക് ഒരു കുടുംബം ഉണ്ടെന്നും, എനിക്ക് തോന്നുന്നു 10-25 വയസ്സ് മാത്രമേ ഉള്ള ഒരു പെൺകുട്ടിയാണ് ബിൻസി എന്ന് പറയുന്നത്. അതിനും ഒരു ഭാവി ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി പ്രശ്നത്തെ വളരെ ഗൗരവകരമായിട്ടുള്ളൊരു തരത്തിലേക്ക് ഷാനവാസ് കൊണ്ടെത്തിച്ചില്ല. ഇനി ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതുവരെയുള്ള ഷാനവാസിന്റെ ആ ഒരു പോയിന്റ്, ആ ഒരു നിലപാട് വളരെ അഭിനന്ദനാർഹമായിട്ട് തന്നെ തോന്നി. ഇത് അപ്പാനി വളരെയധികം വിരണ്ടു പോവുകയും അപ്പാനി പുറകെ നടക്കുകയാണ് ഷാനവാസ് പോകുന്നിടത്തൊക്കെ പുറകെ നടന്ന് ഷാനവാസിനോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ സംസാരിക്കൂ, നമുക്ക് ഗെയിം കളിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് പിടികൊടുക്കാതെ അപ്പാനിയിൽ നിന്ന് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
തോന്നുന്നു ഷാനവാസ് കുറച്ചുകൂടെ നല്ല ഗെയിമറുമാണ്, ഒരു പക്വതയുള്ള ഒരു മനുഷ്യനാണ് അല്ലെ, അതിനെ അകത്ത് വെച്ച് വളരെ രീതിയിൽ പക്വതയായിട്ട് പെരുമാറുന്നുണ്ട്. പിന്നെ ഒരു സെൽഫിഷ്നെസ് എന്നതിനുപരി പുള്ളി ഒരു ക്യാപ്റ്റനായിട്ട് നിന്ന് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. പല എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എല്ലാവരും ആ ഫേവറിസം കാണിക്കുന്നില്ല ഷാനവാസ്, എല്ലാവരോടും. ഇപ്പൊ അനുവും ജിസേലും തമ്മിലുള്ള അടിയാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നതെങ്കിൽ അനുവിന്റെ ഒപ്പവും നിൽക്കുന്നുണ്ട്. ജിസേലിന്റെ ഭാഗത്ത് ന്യായം വരുമ്പോൾ ആ ന്യായം എവിടെയാണോ അവിടെ ഷാനവാസ് ഇതുവരെയും നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ സമയം വരെ ന്യായത്തിന്റെ ഭാഗത്ത് ഷാനവാസ് ഉള്ളതുകൊണ്ട് പ്രേക്ഷകർക്ക് ടോപ്പ് 5 വരാനായിട്ടുള്ള, അതായത് അനീഷിനൊപ്പം, അനീഷിനെയാണ് എല്ലാവർക്കും. ഇപ്പൊ അനീഷിനെ ഇന്നലെ കാണാനില്ലായിരുന്നു. ലാലേട്ടൻ വന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, എന്തിനാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇറിറ്റേറ്റിംഗ് അല്ലേ എന്ന് ലാലേട്ടന്റെ വായിന്നൊന്നുകൂടി കേട്ടപ്പോ അനീഷ് അല്പം ഒന്ന് ഒതുങ്ങി നിൽക്കാണ്. പക്ഷെ എങ്കിൽ തന്നെയും അനീഷ് ഉണ്ട് അവിടെ. നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റാത്ത ഒരാളിപ്പോ ഉണ്ട്. നമ്മുടെ രേണു അവിടെ ഉണ്ടോ ഇല്ലേ എന്നറിയാം. ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ. അതിനോടൊപ്പം തന്നെ ശാരിക, സരിക എന്ന് പറയുന്ന കലാഭവൻ സരികയെ പറഞ്ഞ ഭയങ്കര മോശമായി. അത് പുറത്ത് പുള്ളിക്കാരത്തിക്ക് പുറത്ത് ഭർത്താവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പം ഇവര് ഹോട്ട് സീറ്റ് ആണല്ലോ. അത് മാത്രമേ ഉള്ളൂ കുറെ പൊട്ടത്തരം ചോദിക്കാൻ. അതായത് എനിക്ക് ഹോട്ട് സീറ്റ്, എനിക്ക് എന്തും ചോദിക്കാനായിട്ട് അവകാശം. അത് എന്താണെന്ന് പോലും അറിയാം. ഹോട്ട് സീറ്റ് എന്നൊക്കെ പറയുന്നതിന്റെ സത്യം പറഞ്ഞാൽ ആ ഒരു മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് അത്രയും വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അത്രയും തലയ്ക്കകത്ത് ആൾതാമസവും ഉള്ളവർ പിടിച്ചിരുത്തി ഓരോരുത്തരും അവരുടെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനെയാണ്. ഈ സ്ത്രീ വന്നിരുന്ന് ഒരു ആവശ്യവും ഇല്ലാതെ എന്തൊക്കെയോ വായിൽ തോന്നുന്ന പത്തരം പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറിച്ച് അപമാനിക്കുക, അതിനെയൊക്കെയാണ് ഈ സ്ത്രീ വിചാരിച്ചിരിക്കുന്നത്. ഇതെന്തോ ഹോട്ട് സീറ്റ്. ഇവർക്ക് എന്താണ് ഹോട്ട് സീറ്റ് സത്യം പറഞ്ഞാൽ അറിയില്ല. ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് വളരെ ഡെപ്ത് ആയിട്ട് മുന്നിലിരിക്കുന്ന ആളെ നമ്മൾ പഠിക്കുകയും ആ ആളെ വിമർശനാത്മകമായി അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഏത് പ്രൊഫഷനായിട്ടോ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് ഫാമിലി പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പേഴ്സണൽ കാര്യം അവിടെ ചോദിക്കാറില്ല. രണ്ടാമത്തെ കാര്യം ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് അവരെ കുറിച്ച് ഡെപ്ത് ആയിട്ട് പഠിക്കുക, അതിനുശേഷം അതിൽ നിന്നുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ അത് വളരെ വിവേകത്തോടെ ഉണ്ടാക്കേണ്ട, ബുദ്ധിപൂർവ്വം ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ സ്ത്രീ വന്നിരുന്നിട്ട് നിങ്ങളെ കാണാൻ പല്ലിയ പോലെ ഇല്ലേ, നിങ്ങൾ ഇവിടെ അവരെ ചിരിച്ച് മയക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത് ഇവര് സ്വന്തമായിട്ട് വിചാരിക്കും ഇത് ഹോട്ട് സീറ്റ് ആണെന്ന്. അവർക്ക് അറിയില്ല എന്താണ്. ഇതുപോലുള്ള ചോദ്യം തന്നെയാണ് കലാഭവൻ സരികയോടും ചോദിച്ചത്. നിങ്ങളുടെ അങ്കലാവണ്യം കൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള പുരുഷന്മാരുടെ ഇടയിൽ കിടന്ന് മെഴുകുകയല്ലേ എന്ന തരത്തിലാണ് ചോദിച്ചത്. പക്ഷെ ആ സമയം വളരെ രസകരമായി സരിക അതിന് കലാഭവൻ സരിക ഉത്തരം പറഞ്ഞു മാറി. ലാലേട്ടന്റെ ഒരു ഡയലോഗാണ്, കുറച്ചും കൂടി മോഡിഫൈ എടുത്തു. നിന്റെ അച്ഛനല്ല എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാണ് സരിക മാറിയത്. പക്ഷെ അത് തന്തയ്ക്ക് വിളിച്ചു. അതെ, അത് നോമിനേഷന് ശേഷം ഒരു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പിന്നെ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് നേരിടേണ്ടത്. ആ സമയം അതൊരു പ്രശ്നമായില്ല. നോമിനേഷന് ശേഷം സരിക അത് എന്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന രീതിയിലേക്ക് വരികയും പിന്നെ ശാരിക തന്തയ്ക്ക് വിളിച്ചു, സരിക എന്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയുകയും പിന്നെ സരിക അതിനെ കലാഭവൻ സരിക അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയും അവിടെ നടന്ന സംസാരം വീണ്ടും അവിടെ വൻ ചർച്ചാ വിഷയമായി. അക്ബറിന്റെ എല്ലാത്തിലും ആരുടെ വിഷയത്തിലും കയറി ഇടപെടാൻ വരുന്ന ഒരാളാണ്. അവിടെ ഇടപെടാൻ വരികയുണ്ടായി. അപ്പോൾ സരികയും ശാരികയും തമ്മിൽ ശരിക്കും നല്ല വഴക്കുണ്ടായി. അതിനുശേഷം നമ്മുടെ ഡോക്ടർ ബിന്നിയാണെന്ന് തോന്നുന്നു ശാരികയെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഭർത്താവും കുട്ടികളൊക്കെ കൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീയാണ്, വളരെ മോശമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ശാരിക അവിടെ ഉള്ളതില് കുറച്ചുകൂടെ പക്വതയുള്ള ഒരു സ്ത്രീ പെൺ കാൻഡിഡേറ്റ്സില് പെൺ മത്സരാർത്ഥികളില് കണ്ടസ്റ്റൻസില് നല്ല രീതിയിൽ ഒരു പക്വതയുള്ളൊരു സ്ത്രീ അങ്ങനെ പറയാം. അവിടെ ഇടപഴകുന്ന നമുക്ക് ഒരാളുടെ രീതികളും മാനേഴ്സും ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവരെ ഏത് തരത്തിലുള്ള ഒരു വ്യക്തികളാണെന്നൊക്കെ. അപ്പൊ അവിടെ വളരെ പക്വതയുള്ള നല്ല ഒരു സ്ത്രീ ആയിട്ടാണ്, എനിക്കൊരു നല്ലൊരു പെൺകുട്ടി ആയിട്ടാണ്, ഒരു സ്ത്രീ ആയിട്ടാണ് കലാഭവൻ സരികയെ തോന്നിയത്. അവിടെ ഇത്രയും എനിക്ക് തോന്നുന്നു അവരുടെ സഹോദരൻ അനിയന്മാരുടെ പ്രായമൊക്കെ ഉള്ള. പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. കലാഭവൻ സരിക എന്ന് പറയുന്നത് എന്റെ വേർഷനാണ് ഞാൻ കാണുന്നതിൽ. എനിക്ക് തോന്നുന്നത് അക്ബറിനോടും അപ്പാനിയോടും ഒപ്പം ചേർന്ന് ഒരു ഗ്രൂപ്പിസം കളിച്ച് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഇമാതിരി രീതിയിൽ പെരുമാറ്റ വൈകല്യമില്ലല്ലോ, വൈകല്യം ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്തായാലും എപ്പിസോഡിന് അവസാനം ശാരികയും സരികയും കെട്ടിപ്പിടിച്ച് കരയുകയും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സരികയുടെ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് കിട്ടിയ മാണിക്യമാണിതെന്നൊക്കെ ശാരിക പറയുകയും തനിക്ക് അറിയാതെ താൻ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയുമൊക്കെ. ഒരുപാട് പേരോട് മാപ്പ് പറയേണ്ടി വരും. ഇത് ഒന്നാമത്തെ കേസൊന്നും അല്ലല്ലോ. ആരെയും പിടിച്ച് ഇതുപോലെ ഹോട്ട് സീറ്റ്, പക്ഷെ ആരും വിട്ടുകൊടുത്തില്ല. ആരും നല്ല കട്ടയ്ക്ക് നിന്നു. ഇതുപോലെ ഓരോരുത്തരെയും പിടിച്ച് ഇത് ഹോട്ട് സീറ്റിൽ ഇരുത്തുകയാണെങ്കിൽ ശാരികയ്ക്ക് ഈ മാർലിവ പറഞ്ഞതുപോലെ മാപ്പ് പറയാൻ മാത്രമേ സമയം കാണുള്ളൂ. അല്ല, അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണല്ലോ. നമ്മൾ ഈ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെയാണ്
ഈ ബിഗ് ബോസ് വളരെ എന്താണ് ധൈര്യപൂർവ്വമുള്ള ചോദ്യങ്ങൾ, ഒരാളെ വിളിച്ചു വെച്ച് അപമാനിക്കുന്നതല്ല ധൈര്യപൂർവ്വമുള്ള ചോദ്യങ്ങൾ. എപ്പോഴും ഒരു ആങ്കർ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് കംഫർട്ടബിൾ ആക്കണം. അത് ആദ്യം അവരെ കുറിച്ച് പഠിക്കണം. രണ്ടാമതാണ് നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. അവരെ കുറിച്ച് പഠിക്കുകയും അവരെ റെസ്പെക്ട് ചെയ്യുകയും വേണം. അങ്ങനെ ഒരു അതെന്താണെന്ന് പോലും അതിന്റെ ABCD അറിയാത്തൊരു സാധനമാണ് ഈ വന്നിരുന്ന് ഓരോരുത്തരെ അപമാനിക്കുക. അത് എന്തും വിളിച്ച് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഒരു സഹോദരിയുടെ മൂത്ത സഹോദരിയുടെ പ്രായമുള്ള ഒരു പെണ്ണിനോട് പറയാണ് നിങ്ങളുടെ ശരീരം കാണിച്ച് ഇവിടെയുള്ള ആണുങ്ങളെ മയക്കുകയല്ലേ എന്നൊരു ഹോട്ട് സീറ്റിൽ. അതിനെയാണോ എന്താണ് ആ സംഭവം എന്ന് പോലും അറിയത്തില്ല. ഈ വായിൽ തോന്നുന്ന വകതിരിവില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ പറയുന്നത് എത്ര വൃത്തികേടാണ് അല്ലേ. അതുപോലെ ഇനിയും പല വൃത്തികേടുകളും നമുക്ക് ഈ ആഴ്ച കാണാം. കാരണം അവിടെയുള്ള ഗ്രൂപ്പിസവും എല്ലാം മാറ്റിവെച്ചിട്ട് പല ആളുകളെയും പരസ്പര ശത്രുക്കളായിരിക്കുന്ന ആളുകളെയൊക്കെ ഒറ്റ ഗ്രൂപ്പിലേക്ക് എടുത്തിട്ട് ആര്യൻ ക്യാപ്റ്റൻസി വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് കിച്ചൺ ടീമിൽ അടിപൊട്ടിയതും. ഇന്നലെ മുഴുവൻ അതിന്റെ കോലാഹലമായിരുന്നു. അതിന്റെ തുടർന്ന് ഇന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ശരി, എല്ലാവരും തമ്മിൽ ബിഗ് ബോസ് ഒരു അടിവീടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ.